ഹായ്, എല്ലാവരും ക്ലാസ്സിന് റെഡിയായിട്ട് എൻ്റെ മുന്നിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വഞ്ചിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സാന്ദ്ര സൗഹൃദം എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കവിയുടെ ജീവിത കാലഘട്ടം, കവിത എഴുതാനിടയായ സാഹചര്യം, സൂചിത കഥ ഇവയെക്കുറിച്ചെല്ലാം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയിരുന്നു. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടി പറയുകയാണ്. രാമപുരത്ത് വാര്യർ നവോന്നതാവൃത്തത്തിൽ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികളാണ് സാന്ദ്ര സൗഹൃദം എന്ന പേരിൽ നിങ്ങൾക്ക് ആദ്യത്തെ പാഠത്തിൽ പഠിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഞാൻ ആ കവിതയൊന്ന് ചൊല്ലി അവതരിപ്പിക്കാം. അതിനുശേഷം ഇതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വിശദീകരിച്ചു തരാം. പാഠം 1, സാന്ദ്ര സൗഹൃദം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു, കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തിനുൾ കാമ്പിൽ ഓർത്തൊരു ദൂരപ്പിനുള്ളിലൊളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനുദിച്ചതും മറന്നില്ലല്ലേ. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആശയം വിശദീകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സന്ദർഭം ഒന്നുകൂടി പറയുകയാണ്. തന്റെ ചിരകാല സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടി കുചേലൻ ദ്വാരകാപുരിയിൽ എത്തുന്നു. ലക്ഷ്മി ദേവി ശ്രീകൃഷ്ണനും കൂടി യഥോചിതം അദ്ദേഹത്തെ സ്വീകരിച്ച് കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു. ആ ഒരു സന്ദർഭത്തിൽ കൃഷ്ണൻ കുചേലനോട് തന്റെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നതാണ് സന്ദർഭം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം. സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് സാഹസാൽ കഴിഞ്ഞതും പിന്നെയോ സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും, ആദരവോടുകൂടി ഗുരുമുഖത്തു നിന്നും വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതുമൊക്കെ അങ്ങ് ഓർക്കുന്നുണ്ടോ? സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സഖേ സുഹൃത്തെ, നമ്മൾ തമ്മിൽ അക്കാലത്ത് ഗാഠമായ ദൃഢമായ ഒരു സൗഹൃദ ബന്ധം, ഒരു ആത്മബന്ധം രൂപപ്പെട്ടതും സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ശ്രേഷ്ഠനായ, സാരൻ എന്ന് പറഞ്ഞാൽ നിസാരനല്ല, സാരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായ ഭവാൻ, ഭവാൻ അങ്ങ് ബഹുമാന പുരസ്സരം വിളിക്കുകയാണ്. അങ്ങ് ഇതൊന്നും മറന്നിട്ടില്ലല്ലോ. ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയും ഗുരുകുലത്തിൽ ഗുരുവിനോടൊപ്പം താമസിച്ച് അവിടുത്തെ ഗുരുവിന്റെ ആജ്ഞകൾ ഒക്കെ അനുസരിച്ച് ഗുരുപത്നി നിർദ്ദേശിക്കുന്ന ജോലികളൊക്കെ ചെയ്ത് വളരെ ഗുരുവിനെ പരിചരിച്ച് വളരെ ആദര പുരസ്സരം, ബഹുമാന പുരസ്സരം ജീവിക്കണം. അങ്ങനെയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തെ ഒരു രീതി. അപ്പോൾ ഗുരുവിനെയും ഗുരുപത്നിയെയും മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠ സ്ഥാനത്താണ് അന്ന് വിദ്യാർത്ഥികൾ കണ്ടിരുന്നത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, ആത്മബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം തീവ്രമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഓർമ്മകൾ അയവിറക്കുന്നു. അപ്പൊ കൃഷ്ണൻ ചോദിക്കുന്നു, നമ്മള് സാഹസത്തോടുകൂടി, സാഹസാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊച്ചുകുട്ടികളാണ്, അപ്പൊ കഴിവിനപ്പുറമുള്ള പ്രവർത്തികൾ ഒക്കെ ചെയ്ത് കഴിയുന്ന കാലം. സാഹസാൽ എന്താണ് അർത്ഥം? സാഹസത്തോടുകൂടി, കഴിവിനപ്പുറമുള്ള പ്രവൃത്തി. കഴിവിനപ്പുറമുള്ള
കഴിവിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് ഗുരുപത്നി പറയുന്ന ജോലികളൊക്കെ ചെയ്ത് എന്താണ് ഗൃഹജോലികളിലൊക്കെ സഹായിച്ചു വേണമായിരുന്നു കഴിയാൻ. പിന്നെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് സാഹസ പ്രവർത്തികളിലും കുസൃതികളിലും ഒക്കെ അഗ്രഗണ്യനായിരുന്നു ആര്? നമ്മുടെ ശ്രീകൃഷ്ണൻ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അർത്ഥം കൂടി ഇവിടെയുണ്ട്. അങ്ങനെ കഴിയുന്ന കാലത്ത് നമ്മൾ തമ്മിൽ എന്താണ് വളരെ ഗാഠമായ ഒരു സൗഹൃദം ഉറവെടുത്തു, ഉടലെടുത്തു. പിന്നെയോ ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും ആഹാരം പാകം ചെയ്യാനും വെള്ളം ചൂടാക്കാനും ഒക്കെ വിറക് ആവശ്യമായി വന്നപ്പോൾ ഒരിക്കൽ ഗുരുപത്നി എന്തു ചെയ്തു? നമ്മളെ വിറക് ശേഖരിക്കാനായിട്ട് എവിടേക്ക് പറഞ്ഞയച്ചു? വനത്തിലേക്ക് പറഞ്ഞയച്ചു. അതാണ് പറഞ്ഞേക്കുന്നത് ഗുരുപത്നി നിയോഗേന. നിയോഗേന എന്ന് പറഞ്ഞിരിക്കുന്ന സംസ്കൃത പദമാണ്. പണ്ട് കാലത്തെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച കാലഘട്ടത്തിലെ ഒരു ഭാഷയുടെ പ്രത്യേകതയാണത്. സംസ്കൃത പദങ്ങളുടെ അവിടെ ഇവിടെയുള്ള കടന്നുവരവ്, അത് സംസ്കൃത ബാഹുല്യം കവിതകളിൽ കുറഞ്ഞു വന്നൊരു കാലഘട്ടമാണ്. അപ്പം വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കടുകട്ടി സംസ്കൃത പദങ്ങളല്ല, സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചില സംസ്കൃത പദങ്ങൾ, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളും ഒക്കെ എന്താണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ കാണാൻ സാധിക്കും. അതാണ് ഭവാൻ, പിന്നെ ഗുരുപത്നി നിയോഗേന എന്നുള്ളതൊക്കെ സംസ്കൃത പദങ്ങളാണ്. ഗുരുപത്നിയുടെ കഥാചന ഒരിക്കൽ, നിയോഗേന നിയോഗം നിർദ്ദേശം, കഥാചന അതും സംസ്കൃത പദമാണ്. കഥാചന ഒരിക്കൽ. ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരിക്കൽ നമ്മൾ വിറകില്ലാഞ്ഞിട്ട് വനത്തിലേക്ക് പോയതും, പിന്നെന്താണ് പെരുങ്കാട്ടിൽ പുക്കിന്ധനം ഒടിച്ചു കെട്ടിവെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലി. നമ്മൾ എവിടെ ചെന്നു? വിറക് ശേഖരിക്കാനായി പെരുങ്കാട്ടിൽ കൊടും വനത്തിൽ ചെന്നു. എന്നിട്ട് വിറകെല്ലാം ശേഖരിച്ച് കെട്ടിവെച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുണൻ അസ്തമിച്ചു. അരുണൻ ആരാണ്? സൂര്യദേവൻ. സൂര്യന്റെ പര്യായം എഴുതേണ്ട കാര്യമില്ല. അരുണൻ, രവി, ഭാസ്കരൻ, ദിനകരൻ, അഹസ്കരൻ എന്നിങ്ങനെ ഒരുപാട് പര്യായപദങ്ങൾ സൂര്യദേവന് ഉണ്ട്. അപ്പൊ പെരുങ്കാട്ടിൽ പ്രവേശിച്ച് വിറക് ശേഖരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അരുണൻ അസ്തമിച്ചു. പിന്നെയോ കൂരിരുട്ടും ആകസ്മികമായ ഒരു മഹാമഴയും, പെട്ടെന്ന് തന്നെ കൂരിരുട്ട് വ്യാപിച്ചു. ഒട്ടും നിലച്ചിരിക്കാതെ ആകസ്മികമായി ഒരു മഹാമഴയും വന്നു. കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം. അതിനോടൊപ്പം തന്നെ എന്തു വന്നു? ഒരു കൊടുങ്കാറ്റും വന്നു. അരുണൻ അസ്തമിച്ചതോടെ കൂരിരുട്ട് പരന്നു. ആകസ്മികമായി, ഒട്ടും നിലച്ചിരിക്കാതെ, ആകസ്മികം, അപ്രതീക്ഷിതം അല്ലെങ്കിൽ നനച്ചിരിക്കാതെ. പാഠപുസ്തകം കയ്യിലുള്ളവർക്ക് അതിനകത്ത് തന്നെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും തന്നെ പുസ്തകം ഇല്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് അർത്ഥം ബോർഡിൽ എഴുതിയിടുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അർത്ഥം ചോദിക്കാറില്ലെങ്കിലും നിങ്ങൾക്ക് തനിയെ ചെയ്യുന്ന ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുഖപ്രസംഗം തയ്യാറാക്കുക, എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം കൂടാതെ സ്വന്തമായിട്ട് ആശയം മനസ്സിലാക്കി അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ എഴുതി വെക്കണമെങ്കിൽ, പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തണമെങ്കിൽ പദസമ്പത്ത് വേണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അർത്ഥം പഠിച്ചിരിക്കണം, അർത്ഥവും പര്യായപദങ്ങളും എല്ലാം പഠിച്ചിരിക്കണം. അതിനുവേണ്ടിയാണ് എഴുതിയിടുന്നത്. ഒരു നോട്ട്ബുക്കിൽ, റഫ് ബുക്കിൽ കുറിച്ച് വെച്ചോളുക, പഠിക്കുക. എന്താണ്? കൂരിരുട്ട് വന്നു, ആകസ്മികമായി പെട്ടെന്ന് തന്നെ മഴ വന്നു, അതോടൊപ്പം തന്നെ കൊടുങ്കാറ്റും വന്നു. മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചതും. നമ്മൾ ഉള്ളിൽ മോഹം വളർത്തി. എന്ത് മോഹം? ഈ കാറ്റ് ശമിക്കും, മഴ ശമിക്കുമെന്നുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണ്? ഉഷപ്പോളം തകർത്തു പെയ്തു. ഉഷപ്പ് പുലരി. ഉഷപ്പ് പുലരി. പുലരിയോളം മഴ തകർത്തു പെയ്തു. അത് ഇതിന് ശമനമുണ്ടായില്ല. മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചത്. ഇരുട്ടത്ത് നമ്മൾ ഊഹിച്ച് കൈകൾ കോർത്തു പിടിച്ചു. എന്തിനാണ് അങ്ങനെ കൈകൾ കോർത്തു പിടിച്ചത്? ഇരുട്ടത്ത് പാർത്തിരിയാതെ പറന്നുപോകുമേ ഈ കാറ്റത്തെന്ന് ഉൾക്കാമ്പിൽ. ഉൾക്കാമ്പ് മനസ്സ്.
പാർത്തിരിയാതെ കൂട്ടം തെറ്റിപ്പോകുമെന്ന്. കൂട്ടം തെറ്റിപ്പോകാതെ എന്താണ് നമ്മൾ കൈകോർത്ത് പിടിച്ചു. ഓർത്തോരു തുരപ്പിനുള്ളിൽ ഒളിച്ചു. കൈകോർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒരു തുരപ്പിനുള്ളിൽ, ഒരു സുരക്ഷിത സ്ഥാനത്ത്, ഒരു തുരങ്കത്തിനുള്ളിൽ, ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചു. പിന്നെയോ അവരൊരു പ്രതിസന്ധി വന്നപ്പോൾ പലരും പല വഴിക്ക് പിരിഞ്ഞു പോയില്ല. അവരവരുടെ രക്ഷ നോക്കി എങ്ങോട്ടും അകന്നു പോയില്ല. അതിനു പകരം എന്ത് ചെയ്തു? കൂട്ടം തെറ്റിപ്പോകാതെ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് ഒരു തുരപ്പിനുള്ളിൽ സുരക്ഷിത സ്ഥാനം കണ്ടുപിടിച്ച് അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ കവിതയായാലും നോവലായാലും കഥയായാലും എന്ത് സാഹിത്യ രൂപം ഏത് തന്നെ ആയാലും അതിൽ നിന്നൊക്കെ നമുക്കത് പഠിക്കുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണപാഠം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ പാഠഭാഗത്തെ ഗുണപാഠം എന്താണ്? ഒരു ആപത്ത് വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്നു. ഒരുമിച്ച് അതിനെ കൈകോർത്ത് പിടിച്ച് നേരിട്ടു. ഐക്യമത്യം മഹാബലം. എന്താണ്? അങ്ങനെ ഒരു സന്ദേശം ഈ പാഠഭാഗത്ത് ഉണ്ട്. തുരപ്പിനുള്ളിൽ ഒളിച്ചു കൈകൾ കോർത്ത് പിടിച്ച്. തുരപ്പെന്താണ്? തുരങ്കം. തുരപ്പ്. ഗുഹ, എളുപ്പം പഠിക്കാൻ. ഗുഹ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനം. നമ്മൾ എന്ത് ചെയ്തു? ഇരുട്ട് വ്യാപിച്ചു, കാറ്റും മഴയും വന്നു. നമ്മള് പോകാതിരിക്കാൻ ഒരു തുരപ്പിനുള്ളിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒളിച്ചു നിന്നു. കോർത്ത് കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡന് മുതിച്ചതും മറന്നില്ലല്ലേ. നമ്മൾ കൈകൾ കോർത്ത് പിടിച്ച് പുലരി വരെ സുരക്ഷിത സ്ഥാനത്തിരുന്നു. പിന്നീട് പതുക്കെ എന്താണ്? മാർത്താണ്ഡൻ ഉദിച്ചു. മാർത്താണ്ഡൻ ആരാണ്? സൂര്യൻ. സൂര്യൻ ഉദിച്ചതും അങ്ങ് മറന്നിട്ടില്ലല്ലോ. മാർത്താണ്ഡൻ സൂര്യൻ. രവി, ദിവാകരൻ എന്നൊക്കെ പറയാം. അഹസ്കരൻ എന്നൊക്കെ ഉണ്ട്. സമാന പദങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രവി, ദിവാകരൻ, അഹസ്കരൻ, അരുണൻ എന്നൊക്കെ എഴുതാം. നമ്മളങ്ങനെ എന്താണ്? അപ്പോൾ സാന്ദീപനി ഗൃഹത്തിൽ ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. എത്രയും ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം. കൃഷ്ണൻ കുചേലനോട് പൂർവ്വകാല സ്മൃതികൾ അയവിറക്കുന്നു. സാന്ദീപനിയുടെ ആശ്രമത്തിൽ സുഹൃത്തുക്കളായിട്ട് കഴിയുന്ന കാലഘട്ടം. അങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം ഗുരുപത്നി എന്തിനു നിയോഗിക്കുന്നു? വിറക് ശേഖരിക്കാൻ പോകാൻ വിടുന്നു. എല്ലാവരും കൂടി വിറക് ശേഖരിക്കാനായി കുടുംബത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴോ വിറകെല്ലാം ശേഖരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. കൂരിരുട്ട് വ്യാപിച്ചു. ഒപ്പം തന്നെ പെരുമഴയും കൊടുങ്കാറ്റും ഉണ്ടായി. ഇവര് കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു തുരപ്പിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു. സൂര്യൻ ഉദിക്കും വരെ അവരങ്ങനെ സുരക്ഷിത സ്ഥാനത്ത് ഇരുന്നു. അവര് പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇത്രയും പാഠഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാനതിന് ഉത്തരം തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.